ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ നിർമ്മിച്ചത് ബംഗളൂരുവിലാണെന്ന തൃശൂർ ഗുരുവായൂർ സ്വദേശിയായ ദാരുശില്പി നന്ദകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ബംഗളൂരുവിൽ നിർമ്മാണം നടത്തിയത്. ചൊവ്വൂരുള്ള ജോൺസൺ എന്നയാളിൽ നിന്നാണ് വാതിൽ നിർമ്മിക്കുന്നതിനുള്ള തേക്ക് വാങ്ങിയതെന്നും ദാരുശില്പി വെളിപ്പെടുത്തി. വാതില് മരം എടുത്തത് തൃശ്ശൂരിൽ നിന്ന് ചൊവ്വൂരുള്ള ജോൺസൻ്റെ കടയിൽ നിന്നാണ്. പിന്നെ അത് നിർമ്മിച്ചത് ബാംഗ്ലൂർ ശ്രീരാമപുരം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് നിർമ്മിക്കണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണ് അവിടെ വെച്ച് പണി ചെയ്തത്. മരത്തിൻ്റെ പണികൾ ഞങ്ങൾ മരത്തിൻ്റെ പണി ചെയ്തതിന് ശേഷം അവർ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ മുകളിൽ എംബോസ് ചെയ്തിട്ടുള്ള വർക്കൊക്കെ ചെമ്പിൻ്റെ മുകളിൽ ചെയ്ത് ഹൈദരാബാദിലാണെന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ സ്വർണ്ണ ഡോറ് ഇത് ആഘോഷമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കോട്ടയത്തുള്ള ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ശബരിമലയിലെ ശ്രീകോവിലിന്റെ പുതിയ വാതിൽ നിർമ്മിച്ചത് ബംഗളൂരുവിലാണെന്നും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും വാതിൽ നിർമ്മിച്ച ദാരുശില്പി വെളിപ്പെടുത്തുന്നു. ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് വാതിലിന്റെ നിർമ്മാണം നടക്കുന്നത്. വാതിൽ നിർമ്മാണത്തിന് വേണ്ട തടിയെടുത്തത് തൃശ്ശൂരിൽ നിന്നും, വാതിൽ നിർമ്മിച്ചത് ബംഗളൂരുവിലും, ചെമ്പ് പൊതിഞ്ഞത് ഹൈദരാബാദിലും, സ്വർണം പൂശിയത് ചെന്നൈയിൽ വെച്ചിട്ടാണെന്നും ദാരുശില്പി വെളിപ്പെടുത്തുന്നു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച വിവാദം ഉണ്ടാവുന്നതിന് 4 ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ബന്ധപ്പെട്ടിരുന്നു. ശബരിമല ശ്രീകോവിലിന്റെ വാതിലിനടിയിലെ ഭാഗം മറയ്ക്കുന്ന ചെമ്പ് തകിടിൽ സ്വർണം പൂശിയിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ വിളി. ഇതിൽ തനിക്ക് സംശയം തോന്നിയെന്നും നന്ദകുമാർ ഇളവള്ളി പറഞ്ഞു. 4 ദിവസം മുമ്പ് അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, ശബരിമല ശ്രീകോവിലിൻ്റെ സ്വർണ്ണവാതിലിൻ്റെ അടിയിൽ എലി കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെമ്പിൻ്റെ ഒരു പാളിയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ആൾ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു. ഇതാണ് ഭാഗം, ഇത് ആരാ ചെയ്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, അത് നമ്മളല്ല, നമ്മൾ ഡോറ് ഫിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഡോറായിട്ട് ബന്ധമില്ല. ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് അത് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ട് അന്ന് ആളുകളൊക്കെ കാത്തിരുന്നു അവിടെ. അത് എന്താ പറയുക, ആഘോഷപുരം കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല പറഞ്ഞിട്ട് അത് അന്ന് അവിടെ വെച്ച് ബ്ലോക്കായിട്ടുണ്ട് ആ സംഭവം. ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഉണ്ടെന്നും നന്ദകുമാർ ഇളവള്ളി പറയുന്നു. ജനം, തൃശൂർ.